ഹലെയ വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഏപ്രിൽ 05 വരെയുള്ള നിലവിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. ജീവിത ഡാറ്റയുടെ 93 കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ നോക്കും. കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്: -10.2. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 0. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണ്. ,5% ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം. $2,508 ബില്യൺ ഉപവിഭാഗ മൂലധനം. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $324.49 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $2,143 ബില്യൺ ആണ്. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തി നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. ബാലൻസ് ഷീറ്റ് മൂലധനം 15.143%. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തേക്കാൾ 35% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം -1. വിശകലനം ചെയ്ത കമ്പനിയുടെ കടങ്ങൾ $739.754 ബില്യൺ ആണ്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനായുള്ള കടബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 228%. കമ്പനിയുടെ കടബാധ്യതകളുടെ ഫലം വളരെ മോശം -2. കമ്പനിയുടെ വിപണി വിലയും ലാഭാനുപാതവും 10.3 ആണ്. 9.6 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ 7% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള ഓഹരി വിലയുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $56,860 മില്യൺ ആണ്. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $55,626 മില്യൺ ആണ്. നിലവിലെ സമയത്തേക്കാൾ 2.2% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 2.1 ആണ്. 1.3 എന്ന ഉപവിഭാഗ ശരാശരിയേക്കാൾ 62% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $282.670 മില്യൺ ആണ്. വരുന്ന 12 മാസത്തേക്കുള്ള വരുമാനം $276,530 മില്യൺ ആണ്.
ഇത് നിലവിലുള്ളതിനേക്കാൾ 2% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പന മാർജിൻ 20.1%. ഉപവിഭാഗത്തിൽ ശരാശരി 13.1%. ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 12.409%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 89% കുറവാണ്. സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം $1,853,000. ഉപവിഭാഗത്തിന് $981,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 88.9%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം $179.3 ഉപവിഭാഗത്തിന്റെ ശരാശരി $102,000. ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം 76%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം $891,000 ആണ്. ഉപവിഭാഗത്തിൽ $777,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 15%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ ഏകദേശ കണക്ക് നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 0.9%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഷോർട്ട് ചെയ്ത ഓഹരികൾ 0.9%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 28%. കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം $210 ആണ്. കമ്പനിയുടെ സ്റ്റോക്ക് വിലയുടെ ഏകദേശ കണക്ക് ഏകദേശം $269 ആണ്. യഥാർത്ഥ വിലയിരുത്തലിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 28%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഒരു നിശ്ചിത സീസണിൽ ഹെൽപ്പ് സിസ്റ്റം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം കഴലത് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. നിലവിലെ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഒരു ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പൊതുജനങ്ങൾക്ക് നന്ദി. കഴലത് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.